ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും മുൻ അംഗം അജിത് കുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. SP ശശിധരന്റെ സാന്നിധ്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. PS പ്രശാന്തിന്റെ അറസ്റ്റിന് പിന്നാലെ അജിത് കുമാറിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. സ്വകാര്യ വാഹനത്തിലാണ് അജിത് കുമാർ പോലീസ് ക്ലബിലെത്തിയത്. അഭിഭാഷകനും സുഹൃത്തുക്കളും വാഹനത്തിലുണ്ടായിരുന്നു. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് അജിത് കുമാറിനെയും PS പ്രശാന്തിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തത്. ഇന്ന് രാവിലെ വീട്ടിലെത്തിയാണ് SIT സംഘം പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. ദ്വാരപാലക പാളികൾ സ്വർണം പൂശുവാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PS പ്രശാന്ത് ഉൾപ്പെടെ 7 പേരുടെ പങ്ക് സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചതായി SIT അറിയിച്ചിരുന്നു. 2025 ദ്വാരപാലക വിഗ്രഹങ്ങൾ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് 2019 നടന്നതായി പറയുന്ന സ്വർണ്ണ അപഹരണം മറച്ചുവെക്കുവാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നാണ് ആരോപണം. ഈ നടപടിക്ക് ആവശ്യമായ ഭരണാനുമതികൾ നൽകുന്നതിലും ഫയൽ നടപടികളിലുണ്ടായ അന്നത്തെ ദേവസ്വം ബോർഡ് നേതൃത്വത്തിന്റെ പങ്കന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് SITയുടെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി PS പ്രശാന്തിനും മുൻ ദേവസ്വം ബോർഡ് അംഗം A അജിത് കുമാറിനുമെതിരെ പുതിയ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുവാൻ SITക്ക് അനുമതി നൽകിയത്. അതേസമയം താൻ യാതൊരു ഗൂഢാലോചനയിലും പങ്കെടുത്തിട്ടില്ല എന്നാണ് PS പ്രശാന്തിന്റെ വാദം. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വളരെ കുറച്ചു തവണ മാത്രമാണ് കണ്ടതും ഫോണിൽ സംസാരിച്ചതും. താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് കേസ് മറച്ചുവെക്കുവാൻ ശ്രമിച്ചിട്ടില്ല. നിയമപരമായി കേസ് നേരിടുമെന്നും PS പ്രശാന്ത് പറഞ്ഞിരുന്നു.